മാടന്നൂർ ദർഗാ ഷരീഫ് ഉറൂസിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദീനി പ്രബോധനം നടത്താൻ വേണ്ടി കർണാടക ദക്ഷിണ കന്നഡയിലെ മാടന്നൂർ പരിസരത്തേക്ക് വന്ന് ഇവിടെ തന്നെ വഫാത്തായി മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ ശുഹദാക്കളുടെ പേരിൽ നടന്നു വരുന്ന ഉറൂസ് മുബാറക്ക് സമാപന ദിവസമാണ്. ഞാൻ രാത്രി 8 മണിക്ക് അവിടെ എത്തിയപ്പോൾ സർവ്വധർമ്മ സൗഹാർദ്ദ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. പോകുമ്പോൾ തന്നെ പുത്തൂരിലെ ജനകീയ MLA ആയ അശോക് കുമാർ റൈ അവരുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സമാപന ദിവസത്തെ ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങളായിരുന്നു. പക്ഷേ തങ്ങളവരുകൾ മഗ്‌രിബിന്റെ സമയത്ത് തന്നെ വന്ന് ഒരൽപ്പം നസീഹത്തൊക്കെ കൊടുത്തു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തങ്ങളെ കാണാൻ സാധിച്ചില്ല. ശേഷം നാട്ടിലെ വിദ്യാർത്ഥികളുടെ ദഫ് പ്രദർശനമായിരുന്നു. അത് കഴിഞ്ഞ് ആ നാട്ടിലെ പ്രായമായ ആളുകളുടെ ദഫ് മുട്ട് പ്രദർശനമായിരുന്നു. വയസ്സ് കൂടിയാലും ആവേശം ഒരിക്കലും കുറയുകയില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ദഫ് കയ്യിൽ കിട്ടിയാൽ അവർ ഇന്നും ആ പഴയ സ്റ്റേജിലെ രാജാക്കന്മാർ തന്നെയാണ്. മാഷാ അള്ളാഹ്, എന്തൊരു എനർജിയാണ് പാടുന്നവർക്കും ദഫ് മുട്ടുന്നവർക്കും. ഈ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ച പള്ളി, അലങ്കാര ദീപങ്ങളാൽ ചുറ്റപ്പെട്ട മസ്ജിദിന്റെ അഴക് കാണേണ്ടത് തന്നെയാണ്. അപ്പോഴേക്കും അന്നത്തെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അൻവർ മുഹിയുദ്ദീൻ ഹുദവി ഉസ്താദ് എത്തിയിരുന്നു. നല്ല ജനത്തിനെ കൊണ്ട് മനസ്സിലെ കുന്നോളം വരുന്ന ആഗ്രഹങ്ങളെയും തങ്ങളുടെ വിഷമങ്ങളെയും ഒക്കെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് പരിഹാരം ഉറപ്പാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ജനത്തിരക്ക്. ഇവിടുത്തെ ഈ പള്ളിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്നത് കോഴിക്കോട് വലിയ ഖാദിയായ ബഹുമാനപ്പെട്ട ജമലുലൈലി തങ്ങളുടെ സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്കാണ്. അങ്ങനെ തങ്ങളെത്തി ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തി. അങ്ങനെ ഉറൂസിന്റെ അവസാന ഭാഗമായ ചീരണി വിതരണം നടത്തി ഈ വർഷത്തെ ഉറൂസിന് സമാപ്തി കുറിച്ചിരിക്കുകയാണ്.